അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഞാനും അത് ആലോചിച്ചില്ല. അല്ല, ഈ 2 ദിവസം തനിക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റിയേ? ഞാനും അത് ആലോചിക്കുന്നേ. എന്തൊരു ശ്വാസം മുട്ടലായിരുന്നോ. പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എന്താടോ? ഈ ജന്മം താനില്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല. തന്റെ കണ്ണിൽ പൊടി പോയി. അതെ. എന്താടോ? আমি তোমাকে ভালোবাসি. അല്ല, ഈ ബംഗാളി വാക്കൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി? ബംഗാളി മാത്രമല്ല, ലോകത്തെ ഏത് ഭാഷയും എനിക്കിപ്പോൾ വഴങ്ങും. പ്രണയത്തിന് ഭാഷയില്ലെന്ന് താൻ കേട്ടിട്ടില്ലേ? പ്രണയിക്കാൻ ഒരു ഹൃദയം മാത്രം മതിയിടോ. പ്രണയമല്ലേ ഭൂമിയിൽ ആദ്യം ഉണ്ടായത്? ആകാശം ഭൂമിയെ സ്നേഹിച്ചു, ഭൂമി ആകാശത്തെ സ്നേഹിച്ചു. അവർ തമ്മിൽ കഥകൾ പറഞ്ഞു പറഞ്ഞ് ഒടുക്കാതൊരു ഭാഷയായി മാറി. ചെക്കൻ ഈയിടെയായിട്ട് സാഹിത്യത്തിന്റെ ഉപദ്രവം ഇത്തിരി കൂടുതലാ. പറഞ്ഞില്ലേ, ഈ സാഹിത്യം ഉണ്ടായത് പ്രണയത്തിൽ നിന്നാണ്, പ്രണയം ഉണ്ടായത് പ്രപഞ്ചത്തിൽ നിന്ന്. വീണ്ടും ഇനി താൻ വാ തുറന്നാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ഹാ, വാ തുറക്കാതെ ഞാൻ എങ്ങനെ പറയടോ? എന്ത്? ആമി തോമാക്കെ ഭാലോബശീന്ന്. കടലാഴം തിരഞ്ഞൊരു പൂഞ്ചോല നീ, നിന്റെ തീരം തലോടുന്ന കാറ്റാണു ഞാൻ. ഒഴുകി ഞാനും നിന്റെ തീരം കണ്ടുവെന്നേ എടി ഗോമതിയെ, എന്താടി ഇന്ന് നിന്റെ മുതലാളിച്ചിക്ക് പതിവില്ലാത്ത ഒരു പരമഭക്തി? പൂജാമുറി കയറിയിരുന്നിട്ട് കുറെ നേരം ആയല്ലോ. അത് പിന്നെ ഇന്ന് ഏകാദശി അല്ലേ അമ്മേ? വിവരക്കേട് പറഞ്ഞ മോന്തക്കിട്ടൊരു കുത്തു വെച്ചായിരുന്നു ഞാൻ. എടി ഇത് അമാവാസിയാ, അവിടെ ഒരു ഏകാദശി. ഓ, നീയായിരിക്കും ആമിയെ ഉപദേശിച്ചതല്ലേ? അയ്യോ ഞാനല്ലമ്മേ, ആമി മോള് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാ. എന്തായാലും ഉണ്ടല്ലോ, ഇത് ലേശം കടുത്തുപോയി. എന്താ മുത്തശ്ശി കാലത്തൊരു പ്രശ്നം? ഗോമതേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഗോമതിയല്ല, നിന്റെ ചേച്ചി ആ പ്രശ്നം ഉണ്ടാക്കിയേ. അയ്യോ, അതുപറ്റി? അവൾക്ക് ഇന്ന് പതിവില്ലാത്തൊരു ഭീകര ഭക്തി. ഭക്തിയോ? കാലത്ത് മുതൽ പൂജാമുറിയിൽ കയറി കഥ കടച്ച ഒറ്റയിരിപ്പാ. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രങ്ങളും ഉരുവിടുന്നുണ്ട്. ദൈവമേ, എന്റെ ചേച്ചിക്ക് എന്തുപറ്റി? അവക്കേ മുത്തശ്ശി ആമിയെ കണ്ടായിരുന്നോ? ആ കാര്യം ഞങ്ങളിപ്പോ പറഞ്ഞോണ്ടിരുന്നേ. അവക്കിന്ന് എന്ത് പറ്റിയതാ? നേരം വെളുത്തപ്പം മുതല് പൂജാമുറി കയറി ഒറ്റയിരിപ്പാ. ഭയങ്കര പ്രാർത്ഥന. ആന്നേ, കാക്ക മലർന്നു പറഞ്ഞാ പോലും ഇന്നും ഞെട്ടണ്ട. ഞാനേ ഒന്ന് നോക്കിട്ട്. അയ്യോ അയ്യോ വേണ്ട സാറേ. അല്ല, പ്രാർത്ഥന മുടക്കണ്ടെന്ന് കരുതിയ. ഞാൻ പറഞ്ഞില്ല ദത്താ, ഇവളാണ് ഇതിന്റെ എല്ലാം പുറകില്. അയ്യോ അമ്മേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലമ്മേ. ഏതായാലും ഞാൻ നോക്കിട്ട് വരാം. അയ്യോ ദത്തേട്ടാ, ചായ കുടിക്കേ. ചായ ഇപ്പൊ ഇറങ്ങില്ല മോളെ, അവിടെ വെച്ചേ, ഞാൻ കുടിച്ചോളാം. അയ്യോ ഈശ്വര, പൂജ മുടക്കല്ലേ ഭഗവാനെ. എന്റെ ഗോമതി, നിനക്ക് വേറെ ഒരു പണിയില്ലേ? എന്തിനാടി ആ പൊട്ടിപ്പെണ്ണിന് ഇങ്ങനെ ഓരോ മണ്ടൻ ഐഡിയ വെച്ച് കൊടുക്കുന്നേ? അയ്യോ
ദാ മുത്തശ്ശി ചായ. അവളുണ്ടല്ലോ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആർക്കറിയാം നല്ലതാണോ ചീത്തയാണോ എന്ന്. আমি তোমাকে ভালোবাসি, 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 আমি আমি তোমাকে ভালোবাসি। ভালোবাসি, আমি তোমাকে ভালোবাসি, আমি তোমাকে ভালোবাসি, আমি তোমাকে അമി ভালোবাসি. തുമക്കെ ബലോബഷി. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. আমি তোমাকে ভালোবাসি, আমি তোমাকে ভালোবাসি. ബംഗാളിയാണെന്നുള്ള കാര്യം ഉറപ്പ്. ഇവക്കത് എവിടുന്ന് കിട്ടി? আমি তোমাকে ভালোবাসি. ആ ചിലപ്പോ വല്ല ബംഗാളി പണിക്കാരും പറയുന്നത് കേട്ടാവും. എന്തായാലും അർത്ഥം ഒന്ന് നോക്കിക്കളെ. അമി തുമക്കോ ബലേബഷി. ഐ ലവ് യു. আমি তোমাকে ভালোবাসি, আমি তোমাকে ভালোবাসি, ഈശ്വര, ഇവളോട് ഇത് ഏത് ഗതിയിട്ടാണ് പറഞ്ഞത്? আমি তোমাকে ভালোবাসি, അല്ല, ഇവള് എന്തിനാണ് ദൈവത്തിനോട് പറയുന്നത്? আমি তোমাকে ভালোবাসি, আমি তোমাকে ভালোবাসി. ആമി, ആരത്? ഞാനാ. നീ വാതിൽ പറഞ്ഞേ. എന്തിനാ? തുറക്ക്, കാര്യമുണ്ട്. ഈശ്വര, എന്റെ പൂജയ്ക്ക് ഭംഗം വരുമല്ലോ. എടി, വാതിൽ തുറക്കാൻ. ഞാൻ വരുന്നു, തല്ലി പൊട്ടിക്കണ്ട. ആമി, വാതിൽ തുറക്കാൻ. എന്താ ദത്തേട്ടാ? എന്താടി അകത്ത് പരിപാടി? മനുഷ്യന്റെ മനസമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലേ? പ്രാർത്ഥനയോ? ആ, 1001 മന്ത്രങ്ങൾ ഉരുവിട്ടുള്ള പ്രാർത്ഥന. മന്ത്രങ്ങളോ? എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ. കേട്ടാലും ദത്തനൊന്നും മനസ്സിലാകത്തില്ല. ഇത് യൂഫ്രട്ടിസ് ടൈഗ്രസ് നദികൾക്കിടയിലുള്ള ആദിവാസികളുടെ ഗോത്രഭാഷയാണ്. ആഹാ, എന്നാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ആമി തുമാക്കെ ബാലോബാഷി. എടി, ഇത് ആദിവാസി ഭാഷയൊന്നുമല്ല, നല്ല ഒന്നാമതര ബംഗാളിയാ. അവളുടെ ഒരു ബലാവേശി. ദത്തേട്ടാ, എന്താ ദത്തേട്ടാ? എടി, നിന്റെ ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദത്തേട്ടനറിയോ? അറിയാവുന്നോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എന്നാ പറ. ഐ ലവ് യു. എന്തോന്ന്? ആ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ദത്തേട്ടനോട് ഇത് ആര് പറഞ്ഞു? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ല, ഞാൻ ഇതിപ്പോ മൊബൈലില് ഈ നെറ്റില് കണ്ട ഇതിലിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഐ ലവ് യു സംശയം നോക്കിയേ. ഐ ലവ് യു കണ്ട. അയ്യേ, കഷ്ടം. അതെ, അത് തന്നെയാ അതിന്റെ അർത്ഥം. എന്താ, ഭഗവാനോട് നമുക്ക് പ്രണയം തോന്നിക്കൂടെ? അതല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രണയം. അപ്പൊ നമുക്ക് ദൈവത്തോട് ഐ ലവ് യു പറയാലോ. എന്താ, പറഞ്ഞൂടെ? ഇതെത്തന്നെ ഒന്നും അറിയില്ല. ഇനി പ്രാർത്ഥനയ്ക്ക് തടസ്സം ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോ? എന്റെ ദൈവമേ, കഷ്ടം. എന്നാലും എന്റെ സ്വാമിയമ്മേ, ലോകത്ത് ആർക്കും ഇങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കരുത്. ഓ, ആമി തുമാക്കെ ബാലോബഷി, ഐ ലവ് യു. അയ്യോ ഭഗവാനെ, വിവരക്കേട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇതിനെന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അത് സ്വാമിയമ്മയ്ക്ക് കൊടുത്തേക്കണേ. ഞാൻ നിരപരാധിയാ.